Hello, in this section we are discussing about the spectral reflectance profile and characteristics of soil and water. Spectral reflectance and spectral signature of soil. The majority of the electromagnetic radiation incident on a soil surface is reflected or absorbed and little is transmitted. സോയിലിന്റെ പ്രതലത്തിൽ വീഴുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഭൂരിഭാഗവും റിഫ്ലക്ട് ചെയ്തോ അബ്സോർവ് ചെയ്തോ ആണ് പോകുന്നത്. വളരെ കുറച്ച് ഭാഗം മാത്രം ട്രാൻസ്മിറ്റൻസ് നടന്ന് പോകുന്നുണ്ട്. The reflectance properties of majority of soil are similar with a positive relationship between reflectance and wavelength. സോയിൽ പലതരത്തിലുണ്ടെന്നറിയാം. പലതരത്തിലുള്ള സോയിൽ ഉണ്ടെങ്കിൽ തന്നെയും മെജോറിറ്റി ഓഫ് ദ സോയിലിൻ്റെയും റിഫ്ലക്റ്റൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതാണ്ട് സിമിലർ ആണ്. മാത്രമല്ല ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ വേവ് ലെങ്തും സോയിലിൻ്റെ റിഫ്ലക്റ്റൻസും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. The 5 characteristics of the soil that determine its reflectance properties are as moisture content, organic content, texture, structure and iron oxide content. സോയിലിൻ്റെ റിഫ്ലക്റ്റൻറ്റ് പ്രോപ്പർട്ടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ 5 ഘടകങ്ങളാണ് ഉള്ളത്. ഏതെന്ന് വെച്ചാൽ മോയ്സ്ചർ കണ്ടന്റ്, ഓർഗാനിക് കണ്ടന്റ്, ടെക്സ്ചർ, സ്ട്രക്ചർ, അയൺ ഓക്സൈഡ് കണ്ടന്റ്. ദീസ് ഫാക്ടേഴ്സ് ആർ ഇന്റർ റിലേറ്റഡ്. ഈ 5 ഘടകങ്ങളും എന്ന് പറയുന്നത് ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ദ ടെക്സ്ചർ ഈസ് റിലേറ്റഡ് ടു ബോത്ത് ദ സ്ട്രക്ചർ ആൻഡ് ദ എബിലിറ്റി ഓഫ് ദ സോയിൽ ടു ഹോൾഡ് മോയ്സ്ചർ. ഒരു സോയിലിൻ്റെ ടെക്സ്ചർ, അതായത് അതിൽ അടങ്ങിയിരിക്കുന്ന സാൻഡിൻ്റെയും സ്ലിറ്റിൻ്റെയും ക്ലേയുടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ആ സോയിലിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുമായിട്ട് റിലേറ്റഡ് ആണ്. സോയിലിൻ്റെ 5 പ്രോപ്പർട്ടീസാണ് പ്രധാനമായിട്ടും റിഫ്ലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് സോയിൽ മോയ്സ്ചർ. റിഫ്ലക്റ്റൻസ് ഇൻ നിയർ ആൻഡ് മിഡിൽ ഇൻഫ്രാറെഡ് വേവ് ലെങ്ത് ഈസ് നെഗറ്റീവ്ലി റിലേറ്റഡ് ടു സോയിൽ മോയ്സ്ചർ. റിഫ്ലക്റ്റൻസ് പ്രധാനമായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള നിയർ ആൻഡ് മിഡ് ഇൻഫ്രാറെഡ് പോർഷനിലെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് സോയിൽ മോയ്സ്ചറുമായിട്ട് നെഗറ്റീവായിട്ട് റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. An increase in soil moisture will result in rapid decrease in the reflectance in water and hydroxyl absorbing wave bands that absorb at wavelength centered at approximately 0.9 micrometer, 1.9 micrometer, 2.2 micrometer and 2.7 micrometer. സോയിലിലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുകയാണെങ്കിൽ അവിടെ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. പ്രത്യേകിച്ച് വാട്ടറും അതുപോലെ ഹൈഡ്രോക്സിൽ അബ്സോർബിങ് വേവ് ബാൻഡ്സിലും അബ്സോർപ്ഷൻ കൂടുതൽ നടക്കുന്നതുകൊണ്ട് റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞത്, നിയറും മിഡ് ഇൻഫ്രാറെഡ് പോർഷനിൽ സോയിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണെങ്കിൽ റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും, കാരണം അത് അബ്സോർബ് ചെയ്ത് പോകുന്നു. ഇനി ഏതൊക്കെ ബാൻഡ്സിലാണ് അത് അബ്സോർബ് ചെയ്ത് പോകുന്നതെന്ന് നോക്കാം. 0.9 micrometer, 1.9 micrometer, 2.2 micrometer, 2.7 micrometer. ഇത്തരത്തിലുള്ള വേവ് ലെങ്തുള്ള ബാൻഡ്സിൽ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് നടക്കുന്നതുകൊണ്ട് റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും. The effect of water and hydroxyl absorption is more noticeable in clay soil, for these soil have much bound water and very strong hydroxyl absorption properties. ഇനി ഇതിനൊരു ഉദാഹരണം പറയുന്നെങ്കിൽ, വാട്ടർ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സോയിൽ എന്ന് പറയുന്നത് ക്ലേ സോയിലാണ്. കാരണം ക്ലേക്ക് വാട്ടറിനെ ബൗണ്ട് ചെയ്ത് നിർത്താനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രോക്സിൽ അബ്സോർപ്ഷൻ കഴിവ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് റിമോട്ട് സെൻസിങ് ഡേറ്റയിൽ റിഫ്ലക്റ്റൻസ് കുറഞ്ഞ ഒരു ബാൻഡാണ് സോയിൽ കാണുന്നതെങ്കിൽ അത് ക്ലേ സോയിലാണെന്ന് അനുമാനിക്കാം. Then wet soil generally appears darker. വെറ്റ് സോയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഡാർക്കർ കളറാണ്. അതങ്ങനെ കണ്ടുവരാൻ കാരണം ദിസ് ഇസ് ബിക്കോസ് ഓഫ് ദ ഡിക്രീസ് റിഫ്ലക്റ്റൻസ് ഇൻ ദ വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്. അതിലെ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ് വെറ്റ് സോയിൽ, അതുകൊണ്ട് മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ് അല്ല, അത് അബ്സോർപ്ഷൻ കൂടുതലായതുകൊണ്ട് റിഫ്ലക്റ്റൻസ് കുറവായത് കാരണമാണത് ഡാർക്കർ കളറിൽ കണ്ടുവരുന്നത്. സോയിൽ മോയ്സ്ചർ എങ്ങനെയാണ് സോയിലിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ സ്വാധീനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കൊടുത്തേക്കുന്ന ഒരു ഫിഗറാണ്. ഇവിടെ 2 സോയിലാണ് എടുത്തേക്കുന്നത്, ക്ലേയും സ്ലിറ്റ്ലോമും. ഇതിൽ ക്ലേയുടെ തന്നെ ഡിഫറെൻറ്റ് മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അതായത് 35 മുതൽ 40% മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ക്ലേയും കൊടുത്തിട്ടുണ്ട്, 2 മുതൽ 6% വരെ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ക്ലേയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലിറ്റ്ലോമിൽ 20.2% മോയ്സ്ചർ കണ്ടന്റ് ഉള്ള സ്ലിറ്റ്ലോം എടുത്തിട്ടുണ്ട്,
0.8% മാത്രം മോയ്സ്ചർ കണ്ടന്റുള്ള സ്ലിറ്റ് ലോം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് 4 സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് ഫിഗർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കർവ്സ് കിട്ടിയിട്ടുണ്ട്. അതിൽ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലുള്ളതിന് റിഫ്ലക്റ്റൻസ് കുറവാണ്, അതായത് 10% താഴെയാണ്. ഇനി സ്ലിറ്റ് ലോമിൽ 20% മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്, എന്നിരുന്നാലും അതിനൊരു 15% ഒക്കെ അതിൻ്റെ റിഫ്ലക്റ്റൻസ് പോകുന്നുണ്ട്. ഇനി ക്ലേയിലാണെങ്കിലോ, ക്ലേ വെറും 2 to 6% മോയ്സ്ചർ ഉള്ള ക്ലേയിലാണെങ്കിൽ ഏതാണ്ട് ഒരു 40%-അടുത്ത് വരെ അതിൻ്റെ റിഫ്ലക്റ്റൻസ് പോകുന്നുണ്ട്. ഇനി സ്ലിറ്റ് ലോമിൻ്റെ കാര്യം, അവിടെ മോയ്സ്ചർ കണ്ടന്റ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിന് റിഫ്ലക്റ്റൻസ് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പല വാട്ടർ അബ്സോർപ്ഷൻ ബാൻഡ്സിൽ അബ്സോർപ്ഷൻ നടക്കുന്നത് കാരണം അവിടെ റിഫ്ലക്റ്റൻസ് കുറവായത് നമുക്ക് കാണാൻ സാധിക്കും. Second, organic matter. Soil organic matter is dark and its presence decreases the reflectance from the soil up to an organic matter content of around 4 to 5%. സോയിലെ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ഹ്യൂമസ് കണ്ടന്റ് സോയിലിനെ ഡാർക്ക് കളറാക്കി മാറ്റുകയും സോയിലിൻ്റെ റിഫ്ലക്റ്റൻസിനെ, ഏതെങ്കിലും സോയിലിൽ 4 മുതൽ 5% വരെ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റൻസിനെ കുറയ്ക്കുകയും ചെയ്യുന്നു. When the organic matter content of the soil is greater than 5%, the soil is black, and any further increase in organic matter will have little effect on reflectance. ഏതെങ്കിലും ഒരു സോയിലിൽ ഓർഗാനിക് മാറ്റർ കണ്ടന്റ് അല്ലെങ്കിൽ ഹ്യൂമസ് കണ്ടന്റ് 5% മുകളിലാണെങ്കിൽ ആ സോയിലിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആയിരിക്കും. ഇനി 5% മുകളിൽ ഹ്യൂമസ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിഫ്ലക്റ്റൻസ് സ്വാഭാവികമായിട്ടും കുറവായതുകൊണ്ട് തന്നെ വലിയ ഇഫക്റ്റ് ഒന്നും സോയിൽ റിഫ്ലക്റ്റൻസിൽ അത് ഉണ്ടാക്കുന്നില്ല. 4 മുതൽ 5% ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ റിഫ്ലക്റ്റൻസ് കുറയും, അതിനർത്ഥം സോയിൽ റിച്ച് ഇൻ ഓർഗാനിക് മാറ്റർ എന്നാണ്. Iron oxide. Iron oxide gives many soil the rusty red colorization by coating or staining individual soil particles. സോയിലിന് റസ്റ്റി അല്ലെങ്കിൽ റെഡ് കളറൈസേഷൻ നൽകുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന അയൺ ഓക്സൈഡിൻ്റെ പ്രസൻസ് ആണ്. അയൺ ഓക്സൈഡ് സെലക്റ്റീവ്ലി റിഫ്ലക്ട്സ് റെഡ് ലൈറ്റ്. അയൺ ഓക്സൈഡിൻ്റെ പ്രത്യേകത, അത് റെഡ് ലൈറ്റിനെയാണ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് 0.6 മുതൽ 0.7 മൈക്രോമീറ്റർ ഇടയിൽ വേവ് ലെങ്തുള്ള ലൈറ്റിന്. This effect is so marked that workers have been able to use a ratio of red to green bidirectional reflectance to locate iron ore deposits from satellite altitudes. ഈ അയൺ ഓക്സൈഡിൻ്റെ ഈ ഒരു പ്രത്യേകത കാരണം സാറ്റലൈറ്റ് ഇമേജറീസിൽ നിന്നും എവിടേക്കാണ് അയൺ ഓർ ഡെപ്പോസിറ്റ്സ് ഉള്ളതെന്ന് അതിൻ്റെ റെഡ് ടു ഗ്രീൻ ലൈറ്റിൻ്റെ ഒരു ബൈ ഡയറക്ഷണൽ റിഫ്ലക്റ്റൻസിൻ്റെ റേഷ്യോ വെച്ചിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൈനിങ് വർക്കേഴ്സിനൊക്കെ ഈസി ആയിട്ട് അയൺ ഓക്സൈഡ് കണ്ടന്റ് എവിടെയുണ്ടെന്ന് സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Iron dominated soil have strong absorption in the short wave infrared region that is greater than 1.3 micrometer. അയൺ ഡോമിനേറ്റഡ് ആയിട്ടുള്ള സോയിലിൻ്റെ പ്രത്യേകത, അത് റെഡ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഷോർട്ട് വേവ് ഇൻഫ്രാറെഡ് റീജിയനെ അബ്സോർവ് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും 1.3 മൈക്രോമീറ്റർ മുകളിൽ വേവ് ലെങ്തുള്ള ഭാഗത്ത്. Particle size, soil texture and surface condition. The soil reflectance increases as particle size decreases. സോയിലിൻ്റെ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ സൈസ് കുറയുന്നതിനനുസരിച്ച് റിഫ്ലക്റ്റൻസ് കൂടിക്കൂടി വരും. ഹയർ ദാൻ 100 മൈക്രോമീറ്റർ ദ ഇഫക്റ്റ് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഓൺ റിഫ്ലക്റ്റൻസ് ഈസ് മാർജിനൽ. സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് 400 മൈക്രോമീറ്ററിന് മുകളിലാണെങ്കിൽ റിഫ്ലക്റ്റൻസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. മാർജിനലായിട്ട് മാത്രമേ അവിടെ റിഫ്ലക്റ്റൻസ് നടക്കത്തുള്ളൂ. Structure of the soil plays an important role in soil reflectance. It has been observed that the influence of structure is dominant over that of texture. സോയിലിൻ്റെ സ്ട്രക്ചർ സോയിൽ റിഫ്ലക്റ്റൻസിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ടെക്സ്ചറിനെക്കാട്ടും ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് സ്ട്രക്ചറാണ് സോയിൽ റിഫ്ലക്റ്റൻസിൻ്റെ കാര്യം വരുമ്പോൾ. റഫർ സോയിൽ സർഫസ് റിസൾട്ടഡ് ഇൻ ലോവർ റിഫ്ലക്റ്റൻസ്. സോയിൽ സർഫസ് വളരെ റഫർ ആണെങ്കിൽ അതിൽ നിന്നുള്ള റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. സ്ട്രക്ചർഡ് സോയിൽ ഗീവ് 15 to 20% higher reflectance than soil with a well defined structure. ഇനി സോയിലിൻ്റെ സ്ട്രക്ചർ വെച്ച് പറയുകയാണെങ്കിൽ
സ്ട്രക്ചർ ഇല്ലാത്ത സോയിലിൻ്റെ റിഫ്ലക്റ്റൻസ് 15 മുതൽ 20% വരെ വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉള്ള ഒരു സോയിൽ നിന്നും കൂടുതലായിരിക്കും. Spectral reflectance and spectral signature of water. The majority of radiation incident upon water is not reflected but is either absorbed or transmitted. വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്ന് പതിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അത് വളരെ കുറച്ച് മാത്രമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കൂടുതൽ അവിടെ നടക്കുന്നത് അബ്സോർപ്ഷനും ട്രാൻസ്മിഷനുമാണ്. In visible wavelength of electromagnetic radiation, little light is absorbed, a small amount, usually below 5%, is reflected and the rest is transmitted. വിസിബിൾ ലൈറ്റിൻ്റെ പ്രത്യേകത പറയുന്നെങ്കിൽ അത് ഒരു വാട്ടർ ബോഡിയിൽ വന്ന് പതിക്കുമ്പോൾ അതിൽ വളരെ കുറച്ച് ലൈറ്റിനെ മാത്രമേ വാട്ടർ ബോഡി അബ്സോർബ് ചെയ്യുന്നുള്ളൂ. 5% താഴെയുള്ള പോർഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള പോർഷൻ അത്രയും അത് ട്രാൻസ്മിറ്റ് ആണ് ചെയ്യുന്നത്. Water absorbs near infrared and mid infrared strongly, leaving little radiation to be either reflected or transmitted. ഇനി നിയർ ഇൻഫ്രാറെഡ് മിഡ് ഇൻഫ്രാറെഡ് പോർഷൻ എടുക്കുന്ന സമയത്ത് അവിടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് നടക്കുന്നുള്ളൂ. പകരം നിയർ ഇൻഫ്രാറെഡിനെയും മിഡ് ഇൻഫ്രാറെഡിനെയും വാട്ടർ അബ്സോർപ്ഷനാണ് ചെയ്യുന്നത്. ദിസ് റിസൾട്ട്സ് ഇൻ ദ ഷാർപ്പ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ എനി വാട്ടർ ആൻഡ് ലാൻഡ് ബൗണ്ടറി. ഈ ഒരു പ്രത്യേകത കാരണം, അതായത് നിയർ ഇൻഫ്രാറെഡിനെയും മിഡ് ഇൻഫ്രാറെഡിനെയും വാട്ടർ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ഒരു സാറ്റലൈറ്റ് ഇമേജ് നോക്കുമ്പോൾ വാട്ടർ ബോഡി ഏതാണ്, ലാൻഡ് ഏതാണ് എന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു പ്രോപ്പർട്ടി അതിനെ സഹായിക്കുന്നു. The factors which govern the variability in reflectance of water body are depth of water, suspended material within the water, surface roughness of the water. ഇനി വാട്ടർ ബോഡിയുടെ റിഫ്ലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഡെപ്ത് അല്ലെങ്കിൽ ആഴം, വാട്ടറിൽ ഉള്ള സസ്പെൻഡഡ് മെറ്റീരിയൽ, അതുപോലെ തന്നെ അതിൻ്റെ സർഫസ് റഫ്നെസ് എങ്ങനെയാണ്. ഈ 3 ഘടകങ്ങളുമാണ് വാട്ടറിൻ്റെ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സീ വാട്ടറിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അബ്സോർപ്ഷൻ കാണിക്കുന്ന ഒരു ഫിഗറാണ്. എക്സ് ആക്സിസിൽ വേവ് ലെന്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മൈക്രോമീറ്ററിൽ, അതുപോലെ വൈ ആക്സിസിൽ അബ്സോർപ്ഷൻ കോയിഫിഷ്യൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 സ്പെക്ട്രം നമുക്കിവിടെ കാണാൻ സാധിക്കും: അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്. നമുക്ക് വിസിബിളിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഈ ഭാഗത്ത് നോക്കിയാൽ അറിയാം, വളരെ കുറവാണ്. അതേസമയം ഇൻഫ്രാറെഡിൻ്റെ നോക്കാം, നമുക്ക് വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞു ഇൻഫ്രാറെഡിനെയാണ് വാട്ടർ ഏറ്റവും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത്. അതേസമയം വിസിബിൾ ലൈറ്റിൻ്റെയും അൾട്രാ വയലറ്റിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. In shallow water, some of the radiation is reflected not by the water itself but from the bottom of the water body. ആഴം കുറഞ്ഞിട്ടുള്ള വാട്ടർ ബോഡീസിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റേഡിയേഷനെ വാട്ടർ ആയിരിക്കത്തില്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്, പകരം വാട്ടർ ബോഡിയുടെ ബോട്ടം പാർട്ടായിരിക്കും കൂടുതൽ റിഫ്ലക്ഷന് സഹായിക്കുന്നത്. Therefore, in shallow pools and streams, it is often the underlying material that determines the water body's reflectance properties and color in the false color composite. അതുകൊണ്ട് തന്നെ ആഴം കുറഞ്ഞിട്ടുള്ള പൂൾസിലോ സ്ട്രീമിലോ ഒക്കെ നമ്മൾ അതിൻ്റെ റിഫ്ലക്റ്റൻറ്റ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ അത് അതിൻ്റെ വാട്ടറിൻ്റെ മാത്രം റിഫ്ലക്റ്റൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പകരം അതിൻ്റെ അണ്ടർലൈൻ മെറ്റീരിയൽ എന്താണോ അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ആ ഒരു റിഫ്ലക്റ്റൻസിൽ കടന്നു വരും. അപ്പോൾ ആ വാട്ടർ ബോഡിയുടെ പ്രോപ്പർട്ടിയും ആ ഒരു കളറിനുമൊക്കെ ഫാൾസ് കളർ കോമ്പോസിറ്റിൽ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് അണ്ടർലൈൻ മെറ്റീരിയലിൻ്റെ പ്രസൻസ് ആണ്. Among the suspended materials, the most common materials are non-organic sediments, tannin, chlorophyll. സസ്പെൻഡഡ് മെറ്റീരിയൽസിൽ പ്രധാനമായിട്ടുമുള്ളത് നോൺ ഓർഗാനിക് സെഡിമെൻറ്റ്സും ടാനിൻ വൃക്ഷത്തിൻ്റെയൊക്കെ തോലുകളും അതുപോലെ ക്ലോറോഫില്ലുമാണ്. The effect of non-organic slit and clay increases the scatter and reflectance in visible wavelength. വാട്ടറിൽ നോൺ ഓർഗാനിക് സ്ലിറ്റും ക്ലേയുടെ ഒക്കെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് വാട്ടറിൽ വന്ന് പതിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ സ്കാറ്റർ ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും, അതായത് പ്രധാനമായിട്ടും വിസിബിൾ ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും സഹായിക്കും. Water bodies that contain chlorophyll have reflectant properties that resemble, at least in part, those of vegetation with increased green and decreased blue and red reflectance. However, chlorophyll content must be very high enough to detect these changes.
വാട്ടർ ബോഡീസിൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത അവിടെ ഗ്രീൻ ലൈറ്റ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും, അതേസമയം ബ്ലൂ ലൈറ്റിൻ്റെയും റെഡ് ലൈറ്റിൻ്റെ റിഫ്ലക്റ്റൻസ് കുറവായിരിക്കും. ജസ്റ്റ് ഒരു വെജിറ്റേഷന് മാത്രമാണെങ്കിൽ ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റൻസ് ആണ് കൂടുതലെന്ന് പറഞ്ഞിരുന്നു. അതേസമയം ഒരു വാട്ടർ ബോഡിയിൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഗ്രീൻ ലൈറ്റും, അതേസമയം ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റിൻ്റെ റിഫ്ലക്റ്റൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ക്ലോറോഫിൽ കണ്ടന്റ് വളരെ കൂടുതലായിരിക്കണമെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള മാറ്റം ആ ഒരു സാറ്റലൈറ്റ് ഇമേജിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. The roughness of water surface can also affect its reflectance properties. ഒരു വാട്ടറിൻ്റെ സർഫസ് എങ്ങനെയാണ്, അതിൻ്റെ റഫ്നെസ്സും സ്മൂത്ത്നെസ്സും അനുസരിച്ച് റിഫ്ലക്റ്റൻ്റ് പ്രോപ്പർട്ടിയിലും വ്യത്യാസമുണ്ട്. If the surface is smooth, then light is reflected specularly from the surface, giving very high or very low reflectance dependent upon the location of sensor. ഒരു വാട്ടർ ബോഡിയുടെ സർഫസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ അവിടെ നടക്കുന്ന റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് സ്പെക്കുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. സ്പെക്കുലർ റിഫ്ലക്ഷൻ കാരണം ചിലപ്പോൾ ഹൈ റിഫ്ലക്റ്റൻസും ഉണ്ടാവാം, അല്ലെങ്കിൽ വളരെ ചെറിയ റിഫ്ലക്റ്റൻസും ഉണ്ടാവാം. സെൻസറിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബേസിലായിരിക്കും സ്പെക്കുലർ റിഫ്ലക്ഷനിൽ നിന്നുള്ള റിഫ്ലക്റ്റൻസ് കൂടുതലാണോ കുറവാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഘടകം. If the surface is very rough, then there will be increased scattering at the surface, which in turn will increase the reflectance. ഇനി ഒരു വാട്ടർ ബോഡിയുടെ സർഫസ് റഫ് ആണെന്നിരിക്കട്ടെ, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്കാറ്ററിംഗ് ആണ്. അത് റിഫ്ലക്റ്റൻസിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റിമോട്ട് സെൻസിങ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിഫ്ലക്റ്റൻസ് നടക്കുന്ന ഒരു പ്രതലം എന്ന് പറയുന്നത് റഫ് ആയിട്ടുള്ളൊരു വാട്ടർ ബോഡിയാണ്.